അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം പടച്ചവൻ നിന്റെ റിസ്കില് ബർക്കത്ത് നൽകുകയാ. ഒരിക്കലും പടച്ചറപ്പ് നിനക്ക് പട്ടിണി തരൂല. ഒരിക്കലും നിനക്ക് അല്ലാഹുവേ ഹറാമ് തിന്നേണ്ട ഒരവസ്ഥ നിനക്ക് തരൂല. നാലാമത്തെ പ്രതിഫലം എന്ത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ നല്ല രീതിയിൽ മുടിവെട്ടുമെന്ന് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാരാ, നല്ല വസ്ത്രം ധരിക്കുമെന്ന് ചെറുപ്പക്കാരാ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുമെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, ശരീരം മറച്ചിട്ട് നടക്കുമെന്ന് തീരുമാനിക്കുന്ന പെങ്ങള്, തലമറക്കുമെന്ന് തീരുമാനമെടുക്കുന്ന പെങ്ങള്, തേക്കുമെന്ന് അല്ലാഹുവേ ഇനി എന്റെ നഖത്ത് ഞാനൊന്നും തേക്കൂല, എന്റെ ചുണ്ടില് ഞാനൊന്നും തേക്കൂല, എന്റെ പിരിയത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുന്ന പെങ്ങള്, അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മോഹമില്ലേടാ ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അഭിലാഷമല്ലേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊതി തോന്നാറില്ലേ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണമെന്ന മോഹമില്ലേ? വല്ലാത്ത കൊതിയല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, അല്ലാഹുവേ പടച്ച റബ്ബ് നിനക്ക് ദീൻ ഉറപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാൻ ഉറയ്ക്കുമോനെ തുണ്ടം തുണ്ടമായി വെട്ടിയാലും നിന്റെ ഈമാൻ പതറൂലടാ. ഈമാൻ നിന്റെ ഹൃദയത്തിൽ ഉറയ്ക്കുകയാ. ഒരു പണത്തിനും ഒരു പ്രലോഭനങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, പൊന്നുമോളെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച, എത്ര വലിയ കൊലകൊമ്പം വന്നിട്ടും നിന്റെ പൊന്നുമോളെ മാറ്റാതോക്കിയാൽ അവള് പറയുമെന്നെ കിട്ടൂല. ഏതീമാനെന്നറിയുവോ? ഏതീമാനെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? മഹാനായ സയ്യിദുനാ ബിലാൽ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും റോഹിന്റെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവരാ, അവരുടെ അവസ്ഥകൾ കണ്ടവരാണ്. പടച്ചവനെ പച്ച മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന കാഴ്ച, അല്ലാഹുവേ അല്ലാഹുവേ, ചില്ലിന്റെ മുകളിൽ കടത്തിയിട്ട് വാഹനം കയറ്റി ഇറക്കുന്ന രംഗം, മൂക്കും ശരീരവും ചെത്തിയെടുക്കുന്ന രംഗം, പടച്ചവര് പിഞ്ചു കുഞ്ഞുങ്ങളെ കെട്ടി തൂക്കി കൊല്ലുന്ന രംഗം കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഈ കാഴ്ച ആദ്യമായിട്ട് ഇത് അനുഭവിച്ചതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലെ കയറിട്ട് മുറുക്കിയിട്ട് തെരുവിലൂടെ കുട്ടികൾ ഇങ്ങനെ വലിച്ചടച്ചുകൊണ്ട് നടക്കുമായിരുന്നു ചെറുപ്പക്കാരാ. നെഞ്ചത്ത് കരിമ്പാറയെടുത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നടാ. വിഷം നട്ട് വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ട് വായിലൊടിച്ചു കൊടുക്കും ചെറുപ്പക്കാരാ. ഒന്നിയിൽ നീ ഇവിടെ നിന്ന് ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരണം, അല്ലെങ്കിൽ നീ കാഫിറായിട്ട് ചാകണം, നിനക്ക് ഞാൻ രക്ഷപ്പെടാൻ അവസരം തരൂല. ബിലാൽ തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോ അവിടുന്ന് വിളിച്ചത് അല്ലാഹു വഹദ്. മോനെ, ആ ഈമാൻ നിനക്ക് വേണോ ചെറുപ്പക്കാരാ? ആ ഈമാനാണടാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മളെ എന്ത് ചെയ്താലും തകർക്കാൻ കഴിയാത്ത ഈമാനാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകനും സഹാബത്തും ഇങ്ങനെ നടന്നു പോകുമ്പോ ഖുറൈശികൾ ഒരു പാവപ്പെട്ട കുടുംബത്തെ തല്ലിച്ചതയ്ക്കുകയാ. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ഒരു ഭർത്താവിനെയും ഭാര്യയെയും അല്ലാഹുവേ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രണ്ടുപേരെയും തല്ലിച്ചതയ്ക്കുന്ന രംഗവാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? എന്തേ ചെയ്തതെന്നറിയുവോ? സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കയ്യും കാലും കെട്ടിയിട്ട് പടച്ചവനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയോ.
ശരീരം മുഴുവനും കത്തിയിട്ട് പച്ചയിറച്ചി കരിയുന്നത് കണ്ടപ്പോ സുമയ്യ ബീവി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റിട്ട് ഓടി വന്ന് ഭർത്താവിനെ വെളിയിലേക്ക് തള്ളിയിടുകയാ. ശരീരം മുഴുവനും നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണ്ണിലേക്ക് തള്ളിയിട്ടു. അല്ലാഹുവേ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞ് എല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയില് അല്ലാഹുവേ സുമയ്യ ബീവിയുടെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ശരീരത്തൊന്ന് തൊടാൻ പോലും കഴിയുന്നില്ല, മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ആ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ജീവിതകാലം മുഴുവനും ഇങ്ങനെയാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല ഇല്ല യാസിറേ, ഇല്ല യാസിറേ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല കേൾക്കേണ്ട താമസമുണ്ടല്ലോ. നിങ്ങൾ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു തന്റെ ഭർത്താവിനോട്, തോറ്റുകൊടുക്കല്ലേ, ഇവന്മാര് നമ്മളെ കൊന്നാലും നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞും മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് ചാട്ടവാറുകൾ കൊണ്ട് ശത്രുക്കളെ തല്ലുമ്പോഴും സുമയ്യ ബീവി പറഞ്ഞു, തോറ്റുകൊടുക്കല്ലോ. പഠിച്ചവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലുണ്ടല്ലോ, ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു തആല നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കുകയാ. അടിവയർ തുളച്ചിട്ട് കമ്പി വെളിയിലേക്ക് വന്നു. സുമയ്യ ബീവി മണ്ണിലേക്ക്, മരുഭൂമിയിലേക്ക് വീഴുകയാ. മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട്, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട്. ശരീരം കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിനെ സഹിച്ചില്ല. മറിച്ച് കടത്തിയിട്ട് ആ കുത്തിയ കുന്തം വലിച്ചൂരിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് റബ്ബേ, പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ, അല്ലാഹുവാണ് വലിയവർ, അല്ലാഹുവാണ് വലിയവർ. അബൂജഹൽ കാലെടുത്തിട്ട് സുമയ്യ ബീവിയുടെ കഴുത്തിൽ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് ചവിട്ടി താറ്റി. അപ്പോഴും സുമയ്യ പറഞ്ഞത്, അല്ലാഹു വഹദ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ഇതുപോലെ ഈമാൻ വേണോ? എന്താണ് ഇതിന്റെ കാരണമെന്നറിയുവോ? തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചപ്പോഴും അവര് തോറ്റുകൊടുക്കാത്തതിന്റെ കാരണമെന്താ? മൂന്ന് മക്കളെ തിളച്ചു പറയുന്ന എണ്ണയ്ക്കകത്തേക്ക് തന്റെ പൊന്നാര മക്കളെ ജീവനോടെ കെട്ടിയിറക്കിയപ്പോ ആ മാസിദ ബീവി തോറ്റുകൊടുക്കാതെ ചിരിച്ചതെന്തിനെന്നറിയുവോ? 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട മക്കളെ തിളച്ചു മറിയുന്ന എണ്ണയിൽ ഓരോന്നായിട്ട് കരിക്കുമ്പോഴും തന്റെ പൊന്നാര മക്കളെ തീക്കകത്ത് കിടന്ന് മരണപ്രാണത്തിൽ പിടയുമ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നതിന്റെ കാരണമെന്തെന്നറിയുവോ? ഈമാൻ കിട്ടിയതിന്റെ കാരണമെന്ത്? അവർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിനക്ക് തരുന്ന 4ാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഈമാൻ തരണേ പടച്ചവര്, ആ ഈമാൻ തരണേ പടച്ചവര്. ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഈമാൻ തരണേ അല്ലാഹ്. ഈ ലോകത്തോട് യാത്ര പറയാ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ടവനെ തട്ടിപ്പറിക്കാൻ വരുമ്പോ, നിങ്ങളുടെ ഈമാൻ കൊണ്ടുപോകാൻ വരുമ്പോ, അല്ലാഹുവേ അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാറുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.
ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ. പടച്ചവര് ഈ സദസ്സിന് അതൊരു സബബാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണമെന്ന നീയത്തോട് എന്റെ പ്രിയമുള്ളവരെ സംഘടിപ്പിച്ച പരിപാടിയാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുവോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള മോഹം കൊണ്ടാ ഞാനും നിങ്ങളും ജനിച്ച സമയം നമ്മൾ കരയുന്നത് കണ്ടിട്ട് ശൈത്താൻ ചിരിച്ച ചെറുപ്പക്കാരാ. നമ്മളെ നുള്ളി നോവിപ്പിച്ചിട്ട് ശൈത്താൻ നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ചവനാ. അവനെ കരയിപ്പിക്കണം മോരെ, അവന്റെ ഹൃദയത്തിലെ വേദന കൊടുക്കണം മോരെ. എപ്പോഴെന്നറിയുമോ? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ എന്ന് പറഞ്ഞുകൊണ്ട് നീ മരിക്കുന്നത് കണ്ടിട്ട് അവൻ കരയണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയാ മോര്, അതിനു വേണ്ടിയാ മോന് ഈ കൊടുക്കുന്നത്, അതിനു വേണ്ടിയാ ചെറുപ്പക്കാരാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖയിട്ടോ. റഹീമായ കരുണയുള്ള ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹ് ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ.